ഇതിന്ന് ഞാനും എൻ്റെ ടീമേറ്റ് അച്ചും കൂടി കളിച്ചൊരു നല്ലൊരു കളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു നല്ല കളി ഫുള്ളായിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. പൊതുവെ റെൻഡർ അടിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റാറില്ല. ഞങ്ങൾ നേരെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് ഫസ്റ്റ് തന്നെ എനിക്കത് കണക്റ്റ് ആയില്ല. എൻ്റെ കൂടെ ഒരു എനിമി ഉണ്ടായിരുന്നു. എനിക്ക് UMP കിട്ടി. അപ്പോൾ തന്നെ ഞാനത് ഷെയ്ഡ് കിട്ടും. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല, എൻ്റെ ഒരു 8 ഉണ്ട മാത്രമേ ബാക്കിയുണ്ടായുള്ളൂ. ഞാൻ നേരെ റഷ് ചെയ്ത് അപ്പോൾ തന്നെ നോക്കായി. അവൻ വന്ന് തന്നെ അപ്പം തന്നെ ഡയറക്റ്റ് ഫിനിഷ് ചെയ്തു. നമ്മൾ തളരാൻ പാടില്ലല്ലോ. എന്നാലും ഞാൻ രണ്ടാമത് വീണ്ടും അവിടെ തന്നെ പോയി ഇറങ്ങി. അവിടെ അവന്മാർ മാർക്ക് ചെയ്ത് തരുന്നുണ്ടായിരുന്നു ഈ ഭാഗത്ത് എനിമിണ്ട് എന്ന് പറഞ്ഞിട്ട്. നേരെ അവിടെ തന്നെ കുത്തിച്ച് ഉള്ളിൽ കയറി വേഗം ലൂട്ട് സെറ്റാക്കി. M249 എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ M249 ഫുൾ കളി ഞാൻ എടുത്ത് യൂസ് ചെയ്തായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ പവർ മനസ്സിലായത്. നമുക്ക് വളരെ ഉപകാരമുള്ളൊരു ഗണ്ണാട്ടോ M249. അടിച്ചിട്ടാണ് ഞാൻ നോക്കിട്ട് ഇവിടെ നിന്ന് പുഷ് വന്ന് കില്ല് പോകണ്ട ഞാൻ ഫിനിഷ് ചെയ്ത് കിട്ടും. അതിന് തന്നെ മറ്റൊരപ്പളേക്ക് എന്നെ പുഷാക്കാൻ നോക്കി. പക്ഷെ ഞാൻ ഉറക്കി വിട്ടു. Someone has been here. ഞാൻ വേഗം ഹീലൊക്കെ ചെയ്ത് സെറ്റായി അടുത്ത റൈഡിന് പോയി. ഈ സൈഡിലൊരു ടീമുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് നെയ്ഡൊക്കെ കുക്ക് ചെയ്ത് സെറ്റാവാൻ പഠിക്കാൻ എന്താ അപ്പോഴേക്ക് നമ്മുടെ അച്ചു നോക്കിട്ട് നെയ്ഡ് വെച്ചിട്ട് നോക്കിട്ടായിരുന്നു. ഞാൻ എന്തായാലും കുക്ക് ചെയ്തല്ലേ വെച്ചിട്ട് ഞാനും എറിഞ്ഞായിരുന്നു. എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഡയറക്റ്റ് M24 വെച്ച് പുഷ് ചെയ്തപ്പോൾ നോക്കിയപ്പോൾ ഒരു നോക്ക് എടുക്കണം. അപ്പോൾ ഫിനിഷ് ചെയ്ത് കൊടുത്ത് ആ മൂലയ്ക്ക് ഒരുത്തായിരിക്കുന്നുണ്ടായിരുന്നു ക്യാമ്പ്. ഈ സൈഡിന് ഒരുത്തനുണ്ടായിരുന്നു. ഞാൻ മേലെക്കോടെ പുഷ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. മേലെ കയറിയപ്പോൾ അവിടെ എത്തി. പക്ഷെ പെട്ടെന്ന് തീർന്ന കാരണം ഞാൻ വേഗം അതിലേക്ക് കയറി എൻ്റെ റൂഫിൽ കൂടെ തന്നെ പോയി. അവനെ നോക്കിട്ട് ഈ ഞാൻ പറഞ്ഞില്ലേ ലെഫ്റ്റ് മൂലിക്ക് എടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അതിനെ മറ്റവരടിച്ച് നോക്ക് ഫിനിഷ് ചെയ്തിട്ട് കൊടുത്തു. അപ്പം എൻ്റെ നോക്ക് ഉണ്ടായത് അവിടെ അച്ചു കയറി ഫിനിഷ് ചെയ്ത് തന്നു. ഞാൻ വേഗം M249 ഒന്ന് റീലോഡാക്കി വെച്ചു. ഇവിടുന്ന് ലൂട്ടൊക്കെ സെറ്റാക്കി ഞങ്ങൾ നേരെ മെയിനിലേക്ക് പുഷ് ചെയ്യാനുള്ള പ്ലാനാണ്. അവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു എനിമി പുഷ് ഉണ്ടായിരുന്നു. അപ്പം അച്ചു കണ്ട കാരണം അവൻ മാർക്ക് ചെയ്ത് തന്നു. എനിക്ക് തിരക്ക് കൂടുതലായി ഞാൻ എൻ്റെ ബാഗ് ഓടി. ഞാൻ ജസ്റ്റ് നോക്ക് ഇടാൻ പറ്റുമോ നോക്കി നേടി വെച്ചു. പക്ഷേ പൊട്ടില്ല. പക്ഷെ വേഗം റഷ് ചെയ്ത് വേഗം പോയി നോക്കായി. നോക്കായി വേണ്ടി ഞാൻ മറ്റവനടിച്ച് ഫിനിഷ് ചെയ്ത് കിട്ടും. ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാവും ഫുഡൊക്കെ കേട്ടായിരുന്നു. ഞാനിവനെ എടുക്കണ്ടെന്നുള്ളതിൽ നിൽക്കാറുണ്ട്. അവൻ പറഞ്ഞ സെൽഫ് ഉണ്ടെന്ന് പറഞ്ഞു. പളിക്ക് മറ്റൊന്ന് മോളിട്ടു. മറ്റൊന്നപ്പോഴേക്കും കണ്ടം പിടിച്ചോട്ടാ. ഞാൻ റീലോഡായി വരുമ്പോഴേക്കാവും ജീവനും കൊണ്ട് ഓടിയിരുന്നു. ഉള്ളിൽ ഫുഡ് കേട്ട വഴിക്ക് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറി. പക്ഷെ അവനപ്പോഴേക്കും അവിടെ നിന്ന് സ്കൂട്ടായി. ഞാൻ വേഗം കുറച്ച് ലൂട്ടൊക്കെ സെറ്റാക്കി ആ ഭാഗത്തേക്ക് റഷ് ചെയ്തു. ഞാൻ ഉള്ളിൽ സൗണ്ട് കേട്ട കാരണം ജസ്റ്റ് ഒരു നെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് നോക്കി. പക്ഷെ അമ്മരപ്പളേക്കും ജല്ല വഴി കട്ടം പിടിച്ചു. നെയ്ഡ് ഇട്ടതൊക്കെ വെറുതെ ഉറപ്പിന് വേണ്ടിയിട്ട് തരുന്നതാണ്. അമ്മരൊക്കെ ആ മൂലക്കേക്ക് പോയിരുന്നു. പച്ചു വേഗം പോയി അവിടെ ഒരു നോക്കിട്ട് കുക്ക് ചെയ്ത് വെറുതെ റൂമിൽ ഇട്ട് നോക്കി. വീണ്ടും നോ യൂസ്. പക്ഷേ ഈ വാട്ടർ കണ്ടില്ലേ അവിടെ ഒരു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് ചെയ്തെന്ന് ഞാൻ ജസ്റ്റ് അതിലേക്ക് കയറി. അവന്മാർ അതിലെ പുഷ് ചെയ്ത കാരണം അവന്മാരെ എത്തിക്കാനാണ് കയറി അടിച്ചു.
Awesome. അതിനിടയിൽ നമുക്ക് ഫോക്സ് റിസർവേഷൻ ഇട്ടാണ്. കളി കഴിയുമ്പോഴേക്കും ആശാൻ വേറെ കളി Please തുടങ്ങിയത്. recall me. എന്തായാലും എഫക്റ്റ് ചെയ്ത് ഞാൻ നമ്പർ ചത്തിട്ട് റീകോൾ നിന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചെക്കനെ റീകോൾ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ വേഗം സെറ്റായി ഓടിയും കയറിയിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തല ഞാൻ വേഗം നിലത്ത് കുത്തി. കൊടുക്കാനായിട്ട് ലോങ് ട്രൈ ചെയ്യാനായിട്ട് M2 പോകുന്നത് മാത്രം എൻ്റെ ഉണ്ടായാലും നല്ലത്. ഞാൻ സെൻട്രൽ കൊടുത്ത് കളിക്കാൻ തല വലിച്ച് കളിക്ക് അച്ചു അവിടെ നിന്ന് നോക്കിട്ട് നിന്നു. അവന്മാരിൽ നമ്മൾ രണ്ടുപേരുണ്ടാവും. ഞാൻ കിട്ടിയ ഗ്യാപ്പിൽ അങ്ങ് വേഗം കുത്തിച്ചു. ഈ ഫുള്ള് കളി ഞാൻ പെട്ടെന്ന് നോക്കണമെങ്കിൽ ഫിനിഷെല്ലൊക്കെ ഇതിൽ തന്നെ ചെയ്യാലേ. ഞാൻ ഇവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് സെറ്റായി പറഞ്ഞപ്പം റീലോഡ് ചെയ്ത് റീകോളിൻ്റെ അടിച്ചു. റീകോളിൻ്റെ അവിടെ മെയിനായിട്ട് ആളുണ്ടാവാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, പക്ഷെ ആരും കണ്ടില്ല. ഞാൻ ഓടിയും വിട്ട് അത് കഴിഞ്ഞ് ഓടിയും വിട്ട് മേലേക്ക് പൊന്തിയപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരാളെ സ്പോട്ട് ചെയ്തത്. Please recall me. ഒരു മിന്നായം പോലെ കണ്ടുള്ളൂ. ഞാൻ വേഗം ജസ്റ്റ് നിലത്തേക്ക് ഇറങ്ങി ഒരു കവർ പിടിച്ച് കയറി അടിക്കാന്ന് വെച്ചു. അത് ബോട്ടായിരുന്നു. ഏതായി എന്നുള്ള ഇതിൽ ഞാൻ നോക്കിട്ട് നേരെ I'm റീകോൾ ചെയ്തു. recalling a teammate. Awesome. ഇവിടെ നിന്ന് അനാവശ്യ സാധനങ്ങളൊക്കെ ഒഴിവാക്കി ബാഗിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ബാഗ് ഫുള്ളാണ് പറഞ്ഞു. ഹെൽത്ത് 3 ബാഗാണ്, പക്ഷെ പെട്ടെന്ന് ഫുള്ളായി പോയത്. M24 കൊണ്ടിറക്കണം തന്നെയാണ് നല്ലോണം ഹേമോ. Someone has been here. ഇവിടെ നിന്ന് ബാഗ് കിട്ടിയ കാരണം ഞാൻ 150 കൊണ്ടാക്കി സെറ്റാക്കി വെച്ചു. കളിക്ക് അടുത്ത എനിമീനെ സ്പോട്ട് ചെയ്ത് ഞാൻ അങ്ങോട്ട് ഓടി Someone has എത്തുമ്പോഴേക്കും been അവരടിച്ചായിരുന്നു. here. അച്ചു പിന്നെ സീൻ കളിയായതുകൊണ്ട് കുഴപ്പമില്ല. അച്ഛൻ മിനിമം 10 കിലോ വേണം ഒരു കളി. അതാണ് അച്ഛൻ്റെ ഒരു രീതി. Awesome. നമ്മൾ പിന്നെ ലോ ആൻഡ് സ്റ്റഡി ആയ കാരണം പെട്ടെന്ന് ചാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് വന്നു, റീകോളിൻ്റെ അവിടേക്ക്. അവിടെ നോക്കി ആരും കാണണ്ടായപ്പോൾ മിഡ്സ്റ്റേൻ്റെ അവിടെ ഒരു ഫൈറ്റ് കേട്ടു. സൗണ്ട് കേട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ഒറ്റ ഓടി വരും. അത് ബോട്ടാണോ പ്ലെയർ ആണോ എന്ന് അറിയില്ല. എന്തായാലും കിട്ടിയതെല്ലാം വെച്ചിട്ട് അവൻ അടിച്ചു പോകുന്നു. പിന്നെ ഇനിയും സൗണ്ട് കേട്ടാർന്നല്ലോ എന്ന് വെച്ച് നോക്കിയപ്പോൾ ലെഫ്റ്റിൽ ഒരു അടി കേട്ടു. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കുത്തി നോക്കിയാൽ ഞാൻ വേഗം അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു തോട്ടി അവിടെ നിന്ന് നോക്കായി കിടക്കുന്നുണ്ടാവും. അവനാദ്യം യൂസ് ചെയ്ത് വെച്ചു. Help. പിന്നെ ഒരു തോടി വരുന്നു, അവനടിച്ചു. അപ്പോഴേക്ക് അച്ചുവിനെ വേറെ ഒരു അടിച്ചു. അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഫിനിഷ് ചെയ്ത് വിട്ടു അച്ചുവിനെ. പിന്നെ അവിടെ നിന്ന് സ്കോപ്പും അവന്മാരൊക്കെ വൈപ്പാക്കി. കുറച്ച് ലൂട്ടടിക്കണല്ലോ, ലൂട്ട് മസ്റ്റാണല്ലോ നമുക്ക്. അതാണ് എപ്പോഴും ചാവണേൻ്റെ മെയിൻ റീസൺ. ഇങ്ങനെ പോയി ആർത്തി പിടിച്ച് വരാൻ പോകും. അവിടെ നിന്നെല്ലാം വാരി കൂട്ടി സെറ്റായി ടൈറ്റൻ സെറിഞ്ചൊക്കെ എടുത്ത് ടൈറ്റൻ സെറിഞ്ചടിച്ച് വലിയ കാര്യമില്ല. സോൺ കഴിയാറായി, എന്നാലും വെറുതെ ഇരുന്നോട്ടെ, എന്തെങ്കിലും എപ്പോഴും ഉപകാരപ്പെട്ടാലോ. അപ്പം അത് കാരണം വേഗം ടൈറ്റൻ സെറിഞ്ചെടുത്ത് അടിച്ച് നേരെ ഗ്രോണത്തേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് മൊത്തത്തിലൊന്ന് നോക്കി റൗണ്ട് അടിച്ച് നോക്കി. എവിടെയൊക്കെ എന്തായാലും ഗ്രോണത്തിൽ ഒരാളെങ്കിലും ഉണ്ടാവാറുണ്ട്. അറച്ച് വീടുള്ള കാരണം എവിടെയാണ് ക്യാമ്പ് അടിച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് മൊത്തത്തിലൊന്ന് നോക്കി. ആരും കണ്ടില്ല. എന്നാലും വന്ന് 2 റൂമിലേക്കൊക്കെ വെറുതെ 2 ഫൈറ്റ് വെറുതെ ഒന്ന് അടിച്ച് നോക്കി. പക്ഷെ ആരും കണ്ടില്ല. അല്ലെങ്കിൽ ടൈം കഴിഞ്ഞ് എന്തായാലും വന്നല്ല വെച്ചിട്ട് ഞാനൊന്ന് റൂമിൻ്റെ ഉള്ളിൽ കയറി നോക്കി. ഒരു മോളിയൊക്കെ എടുത്ത് പുറത്ത് വന്നപ്പോൾ എന്തോ ഒന്ന് കണ്ടു. സെൽഫ് റിവൈവിങ് കിറ്റ്. എന്തായാലും നമുക്ക് ആവശ്യം വരുന്ന സാധനം വെച്ചിട്ട് എപ്പോഴാണ് ഉപകാരപ്പെടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊരടുത്ത് വെച്ചു. കളിക്ക് അവിടെ നിന്ന് ഇവന്മാര് ലെഫ്റ്റിൽ ഗ്രോണത്തിൻ്റെ പിൻഭാഗത്തുനിന്നൊരു അടി കേട്ടായിരുന്നു. അപ്പോൾ സോറോ വേഗം അങ്ങോട്ട് വെച്ച് പിടിച്ച്. ആശാൻ പിന്നെ മൈക്ക് ഓണാക്കാത്ത കാരണം കുഴപ്പമില്ല. ചത്ത് കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ. Someone has പറഞ്ഞ been പോലെ here. തന്നെ അടി കിട്ടി. അവിടെ കിടന്ന് ഉറക്കി വിട്ടതിന്. 4 നമ്പർ പിന്നെ റാൻഡം പ്ലെയർ ആണ്. ആളും മൈക്ക് ഓണാക്കിയിട്ടുണ്ടായില്ലേ. ആശാൻ ഇതുപോലെ ഭയങ്കരമായിട്ട് റഷ് ചെയ്ത് നേരെ വെച്ച് പിടിച്ച്. ഞാനും കിട്ടിയ ഗ്യാപ്പിൽ മേലേക്കോടെ വെച്ച് പിടിച്ചു. ആ ഗ്യാപ്പിൽ തന്നെ ആശാൻ അടിച്ചുറക്കി. 4 നമ്പർ ഞാൻ വെച്ച് കളി തീർന്നു. അവർ 3 പേരും ഞാനൊരാളും. ഞാൻ എന്തായാലും വെറുതെ ഡ്രിങ്കൊക്കെ അടിച്ച് വെച്ചു. അടി കൊണ്ടാലും ഒരു സപ്പോർട്ടിന് അവിടെ നിന്ന് 4 നമ്പർ ഉറക്കി. ഞാൻ ജസ്റ്റ് ഒരു മോളിൽ ഇട്ടിട്ട് ഇതിലേ പുഷ് ചെയ്ത് ഇതിലേ 2 പേര് വരുന്നുണ്ടായിരുന്നു.
ഞാൻ ആയിട്ട് അടിച്ച് 100 അയാളിന് 150 കൊണ്ടുള്ള രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ഞാൻ തിരിച്ചു പോയി എടുത്തു. അങ്ങനെ കയ്യിൽ പോലെ ഞാൻ നോക്കാനുള്ളതിന് തിരിച്ച് അടിച്ചു വിട്ടു. ലാസ്റ്റുള്ളതിന് പെടച്ചു വന്നു. ഞാൻ Awesome. 3 അടിച്ചിറക്കി വിട്ടു. Victory 15 belongs to കില്ലിൽ us. ഒരു ഡിന്നർ അടിച്ചു. ഇതാണ് ഇന്നത്തെ കളി. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഫുള്ള് റെക്കോർഡ് ചെയ്യാൻ പറ്റാറുള്ളൂ. കളി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.